ഓരോ കവിതയും ഓരോ അനുഭവങ്ങളാണ്. ഓരോ ചർച്ചയും ഓരോ പുതിയ ലോകങ്ങളെ നമുക്ക് നൽകുന്നു. അപ്പോൾ അതിനായി ഇവിടെ എത്തിയ എല്ലാ കവികളെയും ഞാൻ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഒരുപാട് കവിതകൾ കേൾക്കാനും കവികളെക്കുറിച്ച് അടുത്തറിയാനും ഇതാ നമുക്ക് ഈ സായാഹ്നം. ഈ സർഗാത്മക നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഏവരെയും സുസ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഇന്നത്തെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ശ്രീമതി ഡോക്ടർ ഷബ്ന എസ്. 4ാം ക്ലാസ് മുതൽ എഴുത്തു തുടങ്ങി 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുമ്പപ്പൂവ്, പ്രോമിത്യ പായുകയാണ്, മുറിഞ്ഞു വീണ കാറ്റ് എന്ന കവിതാ സമാഹാരങ്ങൾ, കൂടാതെ അഹം അസ്മി എന്ന കഥാസമാഹാരം, ജിന്നുകളുടെ നിസ്കാരം എന്ന നോവൽ, കൊച്ചുമാ കഥകൾ എന്ന ശാസ്ത്ര ബാലസാഹിത്യം, മസ്തിഷ്ക ചിന്തകൾ എന്ന വൈദ്യശാസ്ത്രക്കുറിപ്പുകൾ, സ്വർഗദീപം ചന്ദ്രനിലെ കല്ലുകളും എന്ന ബാലസാഹിത്യം എന്നിവ രചിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുറത്തിറക്കിയ തുമ്പപ്പൂവ് എന്ന കവിതാ സമാഹാരത്തിന് അബുദാബി ശക്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രോമിത്യ പായുകയാണ് എന്ന പുസ്തകത്തിന് വേൾഡ് ഡ്രമാറ്റിക് സ്റ്റഡി സെൻറ്ററിൻ്റെ സർഗപ്രതിഭ പുരസ്കാരം ലഭിച്ചു. കൂടാതെ പ്രൊഫസർ എ സുധാകരൻ സ്മാരക സാഹിത്യ പുരസ്കാരം, പൂർണ്ണ അവാർഡ്, മാധ്യമ വെളിച്ചം അവാർഡ്, തണൽ അവാർഡ്, കൂടാതെ കഥയ്ക്കും കവിതയ്ക്കും ഭാഷാ പാഠശാല ഭാഷാ പുരസ്കാരം, ഗ്രന്ഥകാര സമിതി അവാർഡ്, സൃഷ്ടി പുരസ്കാരം, 2019 GV ബുക്സ് മഹിജാസ് ഗ്രൂപ്പ് ചെറുകഥാ പുരസ്കാരം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സാഹിത്യ സമ്മാനം, കൂടാതെ 2020 കേരള സർക്കാരിൻ്റെ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ കഥകളും കവിതകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും കഥകളും കവിതകളും വൈദ്യശാസ്ത്ര സംബന്ധിയായ കോളം കുറിപ്പുകളും എഴുതി വരുന്നു. ഇൻഫോ ക്ലിനിക് അംഗമാണ്. ഇപ്പോൾ മാഹി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ പാത്തോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ഏറെ ആദരവോടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ ഷബ്ന എസിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ അല്ലെ വായിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ഒരു ഇമാജിനേഷൻ്റെ വേൾഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക, നമുക്കത് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഓരോ സാഹിത്യ സൃഷ്ടിയുടെയും, അതിപ്പോൾ കവിതയായാലും കഥകളായാലും അതിൻ്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന ചിത്രങ്ങളായിട്ട് കാണുന്ന സിനിമ സീരിയലിൽ നിന്നൊക്കെ എഴുത്തിനെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ടാണ്. ഓരോന്ന് വായിക്കുമ്പോഴും ഓരോരുത്തർ ഇമാജിൻ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പം വ്യത്യസ്തമായൊരു കവിത മാത്രമാണ് എല്ലാവരും പറയുന്ന പോലെ ഒരു കവിതയാണ് കവി എഴുതുന്നതെങ്കിലും അത് വായിക്കുന്ന പലരിലും പല കവിതകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കവിത. കവിതയുടെ പേര് പ്രണയഭോജനം. പ്രണയഭോജനം. ഒരു വിദേശ ചിത്രത്തിൽ നിറയെ പൂച്ചകളും കുറച്ച് മനുഷ്യരുമുള്ളൊരു ആകാശപേടകത്തിൻ്റെ കഥയുണ്ട്. ഒരു വിദേശ ചിത്രത്തിൽ നിറയെ പൂച്ചകളും കുറച്ച് മനുഷ്യരുമുള്ളൊരു ആകാശപേടകത്തിൻ്റെ കഥയുണ്ട്. അപകടം പറ്റുമ്പോൾ പേടകത്തിൽ നിന്നും മനുഷ്യർക്ക് മാത്രം രക്ഷപ്പെടാമെന്ന അവസരം. അപകടം പറ്റുമ്പോൾ പേടകത്തിൽ നിന്നും മനുഷ്യർക്ക് മാത്രം രക്ഷപ്പെടാമെന്ന അവസരം. കുറച്ച് മനുഷ്യർ കുറേ പൂച്ചകളെ വിഴുങ്ങി പേടകം കടന്ന് ഭൂമിയിലെത്തുന്നു. കുറച്ച് മനുഷ്യർ കുറേ പൂച്ചകളെ വിഴുങ്ങി പേടകം കടന്ന് ഭൂമിയിലെത്തുന്നു. വിഴുങ്ങിയ പൂച്ചകളെ ഛർദ്ദിച്ച് പുറത്തെടുത്ത് രക്ഷിക്കുന്നു. കഥയവിടെ തീരുന്നു. വിഴുങ്ങിയ പൂച്ചകളെ ഛർദ്ദിച്ച് പുറത്തെടുത്ത് രക്ഷിക്കുന്നു. കഥയവിടെ തീരുന്നു. ശ്രീ അനൂപ് എടവലത്തെ കാവ്യാവതരണത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യത്തെ കവിത സമ്മർദ്ദം. മാനസിക സമ്മർദ്ദം കുറക്കുവാനുള്ള ക്ലാസ്സിൽ അയാളുടെ മൊബൈൽ ഇടയ്ക്കിടെ ശബ്ദിച്ചു. മാനസിക സമ്മർദ്ദം കുറക്കുവാനുള്ള ക്ലാസ്സിൽ അയാളുടെ മൊബൈൽ ഇടയ്ക്കിടെ ശബ്ദിച്ചു. അരിയില്ല, വെളിച്ചെണ്ണയില്ല, പഞ്ചസാരയില്ല, പുതിയ സാധനങ്ങൾ വാങ്ങിയില്ല, അങ്ങനെ പോകുന്നു നീണ്ട ലിസ്റ്റ്. വൈകിട്ട് വന്നാൽ ഇന്ന് ചോറില്ല എന്ന് ഭാര്യ. വൈകിട്ട് വന്നാൽ ഇന്ന് ചോറില്ല എന്ന് ഭാര്യ. 5:30 ശേഷം തിരിച്ചു പോകാൻ ബസ്സില്ല. നാളത്തെ ലീവ് പാസ്സായില്ല. മകളുടെ സ്കൂൾ ഫീസ് അടച്ചതേയില്ല. സമ്മർദ്ദ ലഘൂകരണ ക്ലാസ് പുകയുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലിരുന്ന് അതിലയാൾ സ്വയം ഉരുകി ഉരുകി ലാവയായി എരിഞ്ഞു തീർന്നു.
സമ്മർദ്ദ ലഘൂകരണ ക്ലാസ് പുകയുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലിരുന്ന് അതിലയാൾ സ്വയം ഉരുകി ലാവയായി എരിഞ്ഞു തീർന്നു. സെൽവരാജ് പിണറായിയെ ഏറെ ആദരവോടെ വേദിയിലേക്ക് കാവ്യാവതരണത്തിനായി ക്ഷണിക്കുന്നു. കവിതയുടെ പേര് കണ്ണ്. കാഴ്ചയുടെ ഒരു പ്രശ്നമാണ്. കാഴ്ചയുടെ മാത്രമല്ല, കാഴ്ചപ്പാടുകളുടെയും പ്രശ്നമാണ്. നിങ്ങൾ തുറക്കുന്നത് ഏത് കണ്ണാണ്? നിങ്ങൾ തുറക്കുന്നത് ഏത് കണ്ണാണ്? നഗ്നനേത്രങ്ങളിൽ ഊറുന്ന ഭീതി. കാഴ്ചയ്ക്ക് കാവലാണ് ഇരുൾ. നഗ്നനേത്രങ്ങളിൽ ഊറുന്ന ഭീതി. കാഴ്ചയ്ക്ക് കാവലാണ് ഇരുൾ. ഇന്ദ്രിയങ്ങൾക്ക് അതീതമാം പൊരുൾ. ഇന്ദ്രിയങ്ങൾക്ക് അതീതമാം പൊരുൾ. ഞാൻ അടക്കുന്നത് എൻ്റെ കണ്ണാണ്. നിങ്ങൾ തുറക്കുന്നത് ഏത് കണ്ണാണ്? തലകളില്ലാതെ തെരുവിലിറങ്ങുന്നത് നിങ്ങളുടെ ഉടലുകളാണ്. പിണറായി AKGM-GHSSൽ മലയാളം അധ്യാപികയായി ജോലി ചെയ്യുന്ന റീന ടീച്ചറെ ഏറെ ആദരവോടെ കാവ്യാവതരണത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബലൂവ നവഖാലി. ആ ഇംഗസോൾ വാച്ച് സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, പതുക്കെ ശകാരിക്കുന്നു. ആ ഇംഗസോൾ വാച്ച് സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, പതുക്കെ ശകാരിക്കുന്നു. 2 ഊന്നുവടികൾ ഒപ്പം നടന്നു. 2 ഊന്നുവടികൾ ഒപ്പം നടന്നു. പിന്നെ കൂനി ഒറ്റയ്ക്ക് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക്. പിന്നെ കൂനി ഒറ്റയ്ക്ക് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക്. പ്രാർത്ഥനാ മൈതാനത്ത് ഒരു കഴുകൻ ഉന്നം നോക്കി താഴ്ന്നു പറന്നു. പ്രാർത്ഥനാ മൈതാനത്ത് ഒരു കഴുകൻ ഉന്നം നോക്കി താഴ്ന്നു പറന്നു. കൃത്യം 21-ാം മിനിറ്റ് ഒരു കൈത്തോക്ക് ചിറകുള്ള വെടിയുണ്ടകളെ പ്രസവിച്ചു. ശ്രീ KP രാമചന്ദ്രൻ മമ്പറത്തെ ഏറെ ആദരവോടെ കാവ്യാവതരണത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പാസ്വേഡ് നഷ്ടപ്പെട്ടവൻ എന്നാണ് കവിതയുടെ പേര്. പാസ്വേഡ് നഷ്ടപ്പെട്ടവൻ. അല്പം മുമ്പ് വെടിയൊച്ചകൾ നമ്മുടെ കാതുകളെ പ്രകമ്പനം കൊള്ളിച്ചതിൻ്റെ അടുക്കം തന്നെയാണ് തുടങ്ങുന്നത് കവിത. എൻ്റെ ജീവിതം, എൻ്റെ സന്ദേശം എന്നൊക്കെ ഉയർത്തിപ്പിടിച്ച മഹാന്മാർ അവരുടെ ജീവിതം നമുക്ക് മുന്നിൽ ഇപ്പോഴും വെടിയൊച്ചകളിലൂടെ വീണ്ടും അലോസരപ്പെടുത്തുമ്പോൾ ഈ ഒരു കവിത നിങ്ങൾക്ക് വിട്ടുതരികയാണ്. പാസ്വേഡ് നഷ്ടപ്പെട്ടവൻ. വഴി ചോദിച്ചപ്പോൾ ഹൃദയം തുറന്നു കൊടുത്തു. വഴി ചോദിച്ചപ്പോൾ ഹൃദയം തുറന്നു കൊടുത്തു. ദാഹിച്ചവർക്കെല്ലാം കിണറുകുത്താൻ നെഞ്ച് വിരിച്ചു കൊടുത്തു. ദാഹിച്ചവർക്കെല്ലാം കിണറുകുത്താൻ നെഞ്ച് വിരിച്ചു കൊടുത്തു. വിശന്നവർക്കെല്ലാം മുണ്ട് മുറുക്കിയെടുത്ത് കഞ്ഞി കോരിക്കൊടുത്തു. വിശന്നവർക്കെല്ലാം മുണ്ട് മുറുക്കിയെടുത്ത് കഞ്ഞി കോരിക്കൊടുത്തു. അഭയത്തിന് യാചിച്ചവർക്കെല്ലാം വേലികൾ പിഴുതെറിഞ്ഞ് വാതിലുകൾ തുറന്നു കൊടുത്തു. ഉദ്ഘാടകയായ ഷബ്ന എസിനെ ആദരിക്കാൻ വേണ്ടി സ്വാഗത സംഘം ജനറൽ കൺവീനറായ ശ്രീ ദേവാനന്ദ് PKയെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാനായി ഡോക്ടർ ഷബ്ന എസിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ രഞ്ജിത്ത് ഏറാമല. ഞാൻ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് വയനാട് എന്നുള്ളതാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതയാണ്. വയനാട് പ്രകൃതി ദുരന്തത്തിന് വർഷം പൂർത്തിയാവുകയാണ്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും
298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി ആളുകൾക്ക് അംഗവൈകല്യവും സംഭവിച്ചു. ഹരിതമനോഹര ഭൂമിയിൽ 48 മണിക്കൂറിനിടെ പെയ്ത 572 മില്ലിമീറ്റർ മഴയിൽ പുഞ്ചിരിമട്ടത്തിന് മുകളിലെ വെള്ളോലിപ്പാറയിലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. വീടും തൊഴിലിടവും നാടും സഹജീവികളും മിണ്ടാപ്രാണികളും എല്ലാം ഒരു രാവ് പുലർന്നപ്പോൾ ഇല്ലാതായിരിക്കുന്നു. വെള്ളരിമലയുടെ താഴ്വാരവും പുന്നപ്പുഴയിലെ ഒഴുക്കും തണുപ്പും ജീവിക്കാനുള്ള മനോഹരമായി ഇടമായി കരുതിയവരിൽ 32 പേരെ ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കവിത ആലപിച്ച ശ്രീ രാമചന്ദ്രൻ KPക്ക് ആദരവ് നൽകാനായി COA തലശ്ശേരി മേഖലാ സെക്രട്ടറി സജിത്ത് PA ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാനായി രാമചന്ദ്രൻ KPയെയും ക്ഷണിക്കുന്നു. ശ്രീ അനിൽ K. നിള. കവിത ലക്ഷ്മണ രേഖ. തീൻമേശയിൽ സുഭിക്ഷമായി പാകമല്ലാത്ത പച്ചമാംസങ്ങൾ. തീൻമേശയിൽ സുഭിക്ഷമായി പാകമല്ലാത്ത പച്ച മാംസങ്ങൾ. വലിച്ചുവാരി തിന്നാനാവാതെ മുഖം തിരിച്ച് വെറുപ്പ് തുപ്പുന്ന മാനവ മൃഗബോധം. വലിച്ചുവാരി തിന്നാനാവാതെ മുഖം തിരിച്ച് വെറുപ്പ് തുപ്പുന്ന മാനവ മൃഗബോധം. വെടിപ്പുക തണിയാതെ നിരത്തിവെച്ച് കാത്തിരിക്കുന്ന കാഴ്ചകൾ. വെടിപ്പുക തണിയാതെ നിരത്തിവെച്ച് കാത്തിരിക്കുന്ന കാഴ്ചകൾ. വിയർത്ത പകലുകൾ. വൈകുന്നേരങ്ങളിൽ പ്രണയനിരാശകൾ കുടിച്ച് വിശ്രമിക്കുന്നു. വിയർത്ത പകലുകൾ. വൈകുന്നേരങ്ങളിൽ പ്രണയനിരാശകൾ കുടിച്ച് വിശ്രമിക്കുന്നു. ലക്ഷ്മണരേഖ മുറിച്ചു കടന്ന് പ്രണയത്തെ വഴിതെറ്റിച്ച് കടന്നു പോകുന്ന മാരീജൻ മരണത്തിൻ്റെ മുറിയിൽ നിന്നും പുനർജനിക്കുന്നു. ലക്ഷ്മണരേഖ മുറിച്ചു കടന്ന് പ്രണയത്തെ വഴിതെറ്റിച്ച് കടന്നു പോകുന്ന മാരീജൻ മരണത്തിൻ്റെ മുറിയിൽ നിന്ന് പുനർജനിക്കുന്നു. സ്വാഗതഗാനം, സംഗീതശില്പം തുടങ്ങി വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള അദ്ദേഹത്തിന് കവിതകൾക്ക് സംസ്ഥാന ജില്ലാ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. KSEB ജീവനക്കാരനും മലയാള കലാനിലയത്തിൻ്റെ സ്വന്തം കവിയുമായ ശ്രീ രാജേന്ദ്രൻ തോണിയോട്ടിനെ ഏറെ ആദരപൂർവ്വം കാവ്യാവതരണത്തിനായി ക്ഷണിക്കുന്നു. കനൽ എന്ന ഒരു കവിത ചൊല്ലുക. എരിയുന്ന കനലിൻ്റെ കാവൽ വിളക്കുകൾ അണയുവാനിനിയില്ല അകലം. ഒരു നുള്ളു ചാരമായി തീരാതിരിക്കുവാൻ മുമ്പേ കുതിച്ചു മുന്നേറാം. നമുക്കന്യോന്യമൊന്നു നോക്കാം. എരിയുന്ന കനലിൻ്റെ കാവൽ വിളക്കുകൾ അണയുവാനിനിയില്ല അകലം. ഒരു നുള്ളു ചാരമായി തീരാതിരിക്കുവാൻ മുമ്പേ കുതിച്ചു മുന്നേറാം. നമുക്കന്യോന്യമൊന്നു നോക്കാം. കത്തിജ്വലിച്ചു കിരണങ്ങളർത്തു ചുട്ടുപൊള്ളി രംഗമഗ്നി തീർത്തു. ഒരു മകൾ ഓരോ വികാരമായി സ്വപ്നത്തിലൊരു കോണിലാക്കി നാം ഇന്ന്. കുളമ്പടിക്കിടയിൽ ഞെരിഞ്ഞമർന്നു നിറയുന്നു കഴുകൻ്റെ ആനന്ദ നൃത്തം. വെട്ടിപ്പിളർന്ന ശൂലമുനയിൽ കോർത്ത പിണ്ടത്തിൻ ചുണ്ടനക്കം. ഞാൻ എന്തു പിഴച്ചു, എന്തൊരപരാധമാണിത്? ഉത്തരമില്ലാ ചോദ്യം എന്നിൽ അശരീരി തീർത്തു. പിടയുന്ന ബാല്യങ്ങൾ പെരുകുന്നു മുന്നിൽ, കണ്ണുനീരിൻ തോരാവർഷമായി. ശ്രീമതി ആര്യ G. പൂക്കോടിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കവയത്രി, GHSS ചുണ്ടങ്ങാപ്പൊയിൽ ഹൈസ്കൂൾ മലയാളം അധ്യാപികയാണ്. കൂത്തുപറമ്പിനടുത്ത് പൂക്കോട് താമസിക്കുന്നു. കവിതകളും കഥകളും എഴുതാറുണ്ട്. KSTA രജത ജൂബിലി വാർഷിക സമ്മേളനത്തിൽ കവിതാ മത്സരത്തിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. കൂടാതെ വിവിധ രചനാ മത്സരങ്ങളിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിലും മാഗസീനുകളിലും കവിതകൾ എഴുതി വരുന്നു. ഏറെ ആദരവോടെ ശ്രീമതി ആര്യ G. പൂക്കോടിനെ വേദിയിലേക്ക് കവിതാവതരണത്തിനായി. കവിത കരിമൊഴി. കരിമ്പി എന്ന് എന്നെ ആദ്യം വിളിച്ചത് ആരെന്ന് എനിക്കറിയാലോ. കരിമ്പി എന്ന് എന്നെ ആദ്യം വിളിച്ചത്
ആരെന്ന് എനിക്കറിയാലോ. ഭൂമിയിലേക്ക് എന്നെ ഇറക്കിയ എൻ്റെ വയറ്റാട്ടി തന്നെ. ഭൂമിയിലേക്ക് എന്നെ ഇറക്കിയ എൻ്റെ വയറ്റാട്ടി തന്നെ. പെറ്റു വീണപ്പോഴേ അമ്മയോട് പറഞ്ഞത്രേ, പെണ്ണിൻ്റെ ചെവി കറുത്തിട്ടാ ഇവളൊരു കരിമ്പി തന്നെ. പെണ്ണിൻ്റെ ചെവി കറുത്തിട്ടാ ഇവളൊരു കരിമ്പി തന്നെ. അത് കേട്ട് പാവം എൻ്റെ വെളുത്തമ്മയുടെ മുഖം കറുത്തുപോയി. പിന്നെ തേച്ചൊരച്ചു കുളിപ്പിക്കുമ്പോൾ അമ്മ പലവട്ടം പറഞ്ഞു, ഈ കരിമ്പിയെ വെളുപ്പിച്ചെടുപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഈ കരിമ്പിയെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കുട്ടി പട്ടാളത്തിനിടയിൽ ഒളിച്ചും പൊത്തിന് ആരെണ്ണും? കരിമ്പി എണ്ണും. ആര് ഊഞ്ഞാലാട്ടും? കരിമ്പി എന്ന്. പടിഞ്ഞാറ്റയിലെ കിണ്ടിയും വിളക്കും ചോദിച്ചു, ആര് ഞങ്ങളെ മോറും? കരിമ്പിയല്ലാതെ പിന്നെ ആര്? മലയാള കലാനിലയം പ്രവർത്തക കൂടിയായ ശ്രീമതി സജിത വാഗേലിനെ കാവ്യ അവതരണത്തിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എൻ്റെ ബാല്യം എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. എനിക്കുണ്ടായിരുന്നല്ലോ തിളങ്ങും ബാല്യം, കളിക്കാനോ അനവധി കുസൃതിക്കൂട്ടും, വിശക്കുമ്പോൾ ഉണ്ണാനായി വിളിക്കും നേരം, നിരയായിട്ടിരിക്കാനോ തിടുക്കം കൂട്ടും. എനിക്കൊപ്പമൊരാളല്ല പല പേരുണ്ടാം, എനിക്കുള്ളതൊക്കെയും ഞാൻ അവർക്കും നൽകും. അനവധി വയറുകൾ വിശപ്പടക്കാൻ പകുത്തന്നു കൊടുക്കുമ്പോൾ നിറയുമുള്ളം. ശ്രീമതി ആര്യാജി പൂക്കോടിനെ ആദരിക്കുന്നത് മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് മണി അവർകളാണ്. അടുത്തതായി കുമാരി അന്വയ രാജേന്ദ്രൻ. ചെറുപ്രായത്തിൽ തന്നെ കാവ്യരംഗത്ത് കടന്നുവന്ന പ്രതിഭ. പിണറായി AKGMGHSSൽ 10ാം തരം വിദ്യാർത്ഥിനിയായ അന്വയ കവിതയിൽ സബ് ജില്ലാ, ജില്ലാ തലത്തിൽ വിജയിയായിട്ടുണ്ട്. പയ്യന്നൂർ സാഹിത്യോത്സവ കവിതാ രചനാ വിജയ്, ഗ്രാമിക ചാനൽ നാടൻപാട്ട് റിയാലിറ്റി ഷോ വിന്നർ തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. കവി രാജേന്ദ്രൻ തോണിയോട്ടിൻ്റെ മകളായ അന്വയെ കാവ്യ അവതരണത്തിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു പരിപാടിയിൽ എനിക്ക് അവസരം തന്നതിൽ നന്ദി അറിയിക്കുന്നു. കവിത പിറുപിറുക്കുന്ന കത്രിക. നിശ്ചലം തണുത്തുറഞ്ഞ ഉടലുമായി നീണ്ടു നിവർന്ന് ഒരു ജീവിതയാത്ര പൂർത്തിയാക്കിയതിൻ്റെ ഓർമ്മകളിൽ ഒരു നോവായി. അടഞ്ഞ കണ്ണുകളിൽ എന്തോ പറയാൻ മറന്നതുപോലെ, അടഞ്ഞ കണ്ണുകളിൽ എന്തോ പറയാൻ മറന്നതുപോലെ, അവളിലെ അവസാന ശ്വാസത്തിലും ഇനിയും കുറച്ചുനാൾ കൂടി ഇരുണ്ട മർമ്മരം. ചുറ്റും നിശബ്ദത, ഹിമാലയത്തിൻ്റെ മൂടൽമഞ്ഞിൽ അറിയാതകപ്പെട്ടതുപോലെ. കത്തിയുടെ മൂർച്ചയേറിയ മുനമ്പുകൾ, ചെറിയ മുറിവുകൾക്ക് പോലും തേങ്ങിക്കരയുന്ന അവൾ ഇന്ന് നിശ്ചലയായി. ചെറിയ മുറിവുകൾക്ക് പോലും തേങ്ങിക്കരയുന്ന അവൾ ഇന്ന് നിശ്ചലയായി. ഒരിക്കലും തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം അയാൾ ആ ശരീരം ഇഴകേറി. മേശപ്പുറത്തെ കത്രിക എന്തോ പിറുപിറുക്കുന്നത് പോലെ, മേശപ്പുറത്തെ കത്രിക എന്തോ പിറുപിറുക്കുന്നത് പോലെ. ആർത്തിയോടെ രക്തത്തെ ആവാഹിച്ചെടുക്കുന്ന പഞ്ഞിക്കെട്ടുകൾ, ഇരുണ്ട കാലടിനാദങ്ങൾ. കാലിൻ്റെ തള്ളവിരലുകൾ പരസ്പരം ആലിംഗനം ചെയ്തു. കാലിൻ്റെ തള്ളവിരലുകൾ പരസ്പരം ആലിംഗനം ചെയ്തു, ഒരിക്കലും അകലാതെ. ശ്വസന വഴികൾ അടഞ്ഞു. മുഖം ചുറ്റിക്കെട്ടിയ വെള്ളത്തുണി അവളുടെ സൗന്ദര്യത്തിന് കോട്ടം തട്ടിച്ചതുപോലെ. എന്നേക്കുമായി അവൾ നിദ്രയിലാണ്ടു, വെള്ളപ്പുതപ്പ് മാറോട് ചേർത്ത്. കയ്യിലെ ഗ്ലൗസുകൾ പതിയെ ഊരിമാറ്റി അയാൾ വേസ്റ്റ് ബിന്നിലിട്ടു. അതിൽ പല ജീവിതം പറയുന്ന ഒട്ടേറെ കയ്യുറകൾ. കയ്യിലെ ഗ്ലൗസുകൾ പതിയെ ഊരിമാറ്റി അയാൾ വേസ്റ്റ് ബിന്നിലിട്ടു. അതിൽ പല ജീവിതം പറയുന്ന ഒട്ടേറെ കയ്യുറകൾ. അയാൾ പിറുപിറുത്തു. ഞാനും ഒരു നാൾ. ഒരു ചെറുപുഞ്ചിരി.
നെഞ്ചിൽ എരിഞ്ഞടങ്ങുന്ന തീക്കനലിൻ്റെ ചൂടോടെ. ഒരു ചെറുപുഞ്ചിരി നെഞ്ചിൽ എരിഞ്ഞടങ്ങുന്ന തീക്കനലിൻ്റെ ചൂടോടെ. മറ്റൊരു കവിത കൂടി, നിശബ്ദ ചേരുവ. മറയ്ക്കപ്പെട്ട താളുകളിൽ അയാൾക്ക് എന്തൊക്കെയോ എഴുതണമായിരുന്നു. അലമാരയിൽ നിന്ന് കാതുകൂർപ്പിക്കുന്ന ബീഡിക്കെട്ടുകൾ. മറയ്ക്കപ്പെട്ട താളുകളിൽ അയാൾക്ക് എന്തൊക്കെയോ എഴുതണമായിരുന്നു. അലമാരയിൽ നിന്ന് കാതുകൂർപ്പിക്കുന്ന ബീഡിക്കെട്ടുകൾ അയാളുടെ പ്രതീക്ഷകൾക്ക് കരിന്തിരി കൊളുത്തുകയായിരുന്നു. പുകയാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരത്തിൽ കോട്ടിട്ട ഉദ്യോഗസ്ഥരുടെ കടന്നുവരവിൽ അയാൾ ജീവിതത്തോട് ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമുയർത്തി. പുകയാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരത്തിൽ കോട്ടിട്ട ഉദ്യോഗസ്ഥരുടെ കടന്നുവരവിൽ അയാൾ ജീവിതത്തോട് ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമുയർത്തി. രുചിക്കൂട്ട് തേടി അകത്തളം വിട്ട മാനവക്കൂട്ടത്തെ മണ്ണിൻ്റെ മകൻ എന്ന പേരിൽ അയാളൊന്ന് പഴിചാരി. രുചിക്കൂട്ട് തേടി അകത്തളം വിട്ട മാനവക്കൂട്ടത്തെ മണ്ണിൻ്റെ മകൻ എന്ന പേരിൽ അയാളൊന്ന് പഴിചാരി. തൂമ്പ് പൊക്കിയ കൈകളിൽ നിന്ന് തുമ്പപ്പൂവിൻ്റെ മണം അകലുന്ന കാലം. പൊന്നിൻ്റെ മണമുള്ള ഗോതമ്പ് പാടത്ത് പൊന്നോളം വില നൽകാൻ എന്തെങ്കിലും കരുതണേ. ഇരുണ്ട മർമരം. കാലത്തിൻ്റെ നെറുകയിൽ തൻ്റെ മക്കളെ വശ്യതയാർന്ന പ്രകൃതി താരാട്ടുപാടി ഉറക്കുമെന്ന അയാളുടെ പ്രതീക്ഷകൾക്ക് എന്തുത്തരമാണ് കാലമേ നിനക്ക് നൽകാനാവുക? കാലത്തിൻ്റെ നെറുകയിൽ തൻ്റെ മക്കളെ വശ്യതയാർന്ന പ്രകൃതി താരാട്ടുപാടി ഉറക്കുമെന്ന അയാളുടെ പ്രതീക്ഷകൾക്ക് എന്തുത്തരമാണ് കാലമേ നിനക്ക് നൽകാനാവുക? നന്ദി. പോലീസ് അസോസിയേഷൻ മുഖമാസിക കാവൽ കൈരളിയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗം. ആനുകാലികങ്ങളിൽ എഴുതി വരുന്നു. ആദരവോടെ ശ്രീ KV പ്രവീഷിനെ കാവ്യാവതരണത്തിനായി ക്ഷണിക്കുന്നു. വരാൻ മടിക്കുന്ന കൈയും പറയാൻ മടിക്കുന്ന നാവും അടിമത്തത്തിൻ്റെതാണ് എന്ന് പറഞ്ഞത് ചെഗുവേരയാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ മൗനത്തിൻ്റെ വാത്മീകത്തിൽ ഒളിക്കുകയും കൈ രണ്ടും കെട്ടി പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. വെറും ഒരാൾക്കൂട്ടമായി മാറുകയും ചെയ്യുന്നു. കവിത ആൾക്കൂട്ടം. ഗദ്യകവിതയാണ് ആൾക്കൂട്ടം. അങ്ങനെ യോഗം തുടങ്ങി. അങ്ങനെ യോഗം തുടങ്ങി. അണികൾ അറ്റൻഷനായി. അങ്ങനെ യോഗം തുടങ്ങി. അണികൾ അറ്റൻഷനായി. ചുവരിലിരിക്കുന്ന രൂപങ്ങൾ അസ്വസ്ഥതയോടെ കണ്ണും കാതും അടച്ചു. ചുവരിലിരിക്കുന്ന രൂപങ്ങൾ അസ്വസ്ഥതയോടെ കണ്ണും കാതും അടച്ചു. ഒരു ദീർഘനിശ്വാസം ചുവരിൽ തട്ടി ലയിച്ചു. ഒരു ദീർഘനിശ്വാസം ചുവരിൽ തട്ടി ലയിച്ചു. M. സജീന്ദ്രനെ ആദരവോടെ കവിതാവതരണത്തിനായി ക്ഷണിക്കുന്നു. കവിത ബ്രാൻഡ് അംബാസിഡർ. മലയാള കവിതയ്ക്ക് ഒരു ഇംഗ്ലീഷ് ശീർഷകം അത് അനുചിതമായി തോന്നാമെങ്കിലും ഇതുപോലൊരു പദം, അതിന് സമാനമായ മതം മലയാളത്തിലില്ല, അല്ലെങ്കിൽ അത് മലയാളവൽക്കരിച്ച് വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് ശീർഷകം ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. വൃന്ദാവനത്തിൻ്റെ നികുഞ്ചങ്ങളിൽ, നീലക്കടമ്പിൻ്റെ ചാഞ്ഞ കൊമ്പുകളിൽ, നിലാവിലലിയുന്ന കാളിന്തിയുടെ പടവുകളിൽ നിന്നെയും തേടി അവർ പിന്നെയും വന്നു. വൃന്ദാവനത്തിൻ്റെ നികുഞ്ചങ്ങളിൽ, നീലക്കടമ്പിൻ്റെ ചാഞ്ഞ കൊമ്പുകളിൽ, നിലാവിലലിയുന്ന കാളിന്തിയുടെ കടവുകളിൽ നിന്നെയും തേടി അവർ പിന്നെയും വന്നു. വെണ്ണ തിന്നുന്ന ക്ലോസപ്പ് ഷോട്ടുകൾ ബേബി ഫുഡിന്. വെണ്ണ തിന്നുന്ന ക്ലോസപ്പ് ഷോട്ടുകൾ ബേബി ഫുഡിന്. ചേലകൾ വാരിയെടുത്ത് മറയുന്ന മിഡിൽ ഷോട്ടുകൾ ടെക്സ്റ്റൈൽ ഗ്രൂപ്പിന്. ചേലകൾ വാരിയെടുത്ത് മറയുന്ന മിഡിൽ ഷോട്ടുകൾ ടെക്സ്റ്റൈൽ ഗ്രൂപ്പിന്.
സൈനിക മധ്യത്തിൽ ചക്രം ചുഴറ്റി നിൽക്കുന്ന ലോങ് ഷോട്ടുകൾ യുദ്ധം വിൽക്കുന്ന കോർപ്പറേറ്റുകൾക്ക്. സൈനിക മധ്യത്തിൽ ചക്രം ചുഴറ്റി നിൽക്കുന്ന ലോങ് ഷോട്ടുകൾ യുദ്ധം വിൽക്കുന്ന കോർപ്പറേറ്റുകൾക്ക്. ഭാവങ്ങളുടെ തമ്പുരാനെ, ഏതാലിലയിൽ ഏത് കടലിടുക്കിൽ ആണ് നീ നിന്നെ ഒളിപ്പിച്ചിരിക്കുന്നത്? ഭാവങ്ങളുടെ തമ്പുരാനെ, ഏതാലിലയിൽ ഏത് കടലിടുക്കിൽ ആണ് നീ നിന്നെ മറച്ചിരിക്കുന്നത്? ഒരു ചെറിയ കവിത കൂടി. ഡെലൂഷൻ. രാജ്ഘട്ടിൻ്റെ കവാടത്തിനരികിലായി വൽക്കലധാരിയാം മനുജനെ കണ്ട് വിസ്മയപ്പെട്ടു ഞാൻ നിൽക്കവേ. രാജ്ഘട്ടിൻ്റെ കവാടത്തിനരികിലായി വൽക്കലധാരിയാം മനുജനെ കണ്ട് വിസ്മയപ്പെട്ടു ഞാൻ നിൽക്കവേ. പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിച്ചും ഒരു സ്വപ്നാടനത്തിരെന്ന പോലടുത്തെത്തി മൊഴിഞ്ഞു ഗാന്ധി. പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിച്ച് ഒരു സ്വപ്നാടനത്തിലെന്ന പോലടുത്തെത്തി മൊഴിഞ്ഞു ഗാന്ധി. വെടിയുണ്ട നെഞ്ചു തുളക്കവേ തൊണ്ടയിൽ കുരുങ്ങിപ്പോയൊരൻ പ്രിയമന്ത്രം ആവർത്തിച്ചുരുവിട്ടതേയുള്ളൂ. ഇറങ്ങി വന്നതാടി പുലർച്ചയിൽ. വെടിയുണ്ട നെഞ്ചു തുളക്കവേ തൊണ്ടയിൽ കുരുങ്ങിപ്പോയൊരൻ പ്രിയമന്ത്രം ആവർത്തിച്ചുരുവിട്ടതേയുള്ളൂ. ഇറങ്ങി വന്നതാണി പുലർച്ചയിൽ. ആദരവോടെ ശ്രീ വിനോദ് കാര്യാട്ടപ്പുറത്തെ കാവ്യാവതരണത്തിനായി ക്ഷണിക്കുന്നു. മുത്തശ്ശി പറയുന്നു. വടിയും കുത്തി കുന്നിൻ വഴിയുമിറങ്ങി കൂനി നടന്നു വരുന്നുണ്ടേ ഒരു മുത്തശ്ശി. വടിയും കുത്തി കുന്നിൻ വഴിയുമിറങ്ങി കൂനി നടന്നു വരുന്നുണ്ടേ ഒരു മുത്തശ്ശി. ചുണ്ടിൽ മൂന്നും കൂട്ടി മുറുക്കിയ ചന്തം, ചുണ്ടിൽ മൂന്നും കൂട്ടി മുറുക്കിയ ചന്തം. കണ്ണിൽ മങ്ങിയ താരം മിന്നും തിളങ്ങും, കണ്ണിൽ മങ്ങിയ താരം മിന്നും തിളക്കം. നെഞ്ചിലോ തേക്കുപാട്ടിൻ താളം, നെഞ്ചിലോ തേക്കുപാട്ടിൻ താളം. വെള്ളം തേവി നനക്കും നേരം ചക്രം പോലെ ചുറ്റിയ കാലം. വെള്ളം തേവി നനക്കും നേരം ചക്രം പോലെ ചുറ്റിയ കാലം. ആർദ്രത വറ്റാതാദിയൊഴിഞ്ഞൊരു കാലം, ആർദ്രത വറ്റാതാദിയൊഴിഞ്ഞൊരു കാലം. നിറവാർന്ന തുമ്പപ്പൂ ചൂടിയ നേരം, നിറവാർന്ന തുമ്പപ്പൂ ചൂടിയ നേരം. ആർത്തിയിൽ ആരും മുങ്ങി മരിക്കാക്കാലം, ആർത്തിയിൽ ആരും മുങ്ങി മരിക്കാക്കാലം. എല്ലാറ്റിനും എങ്ങും നിഴലുകൾ പൂത്തൊരു നേരം, എല്ലാറ്റിനും എങ്ങും നിഴലുകൾ പൂത്തൊരു നേരം. മുത്തശ്ശി കണ്ണാൽ തേങ്ങിയൊഴുക്കുന്നു, മുത്തശ്ശി കണ്ണാൽ തേങ്ങിയൊഴുക്കുന്നു. മുറ്റത്തങ്ങനെ നിന്നു കിതക്കുന്നു, മുറ്റത്തങ്ങനെ നിന്നു കിതക്കുന്നു. ഓർമ്മകളിങ്ങനെ ഒഴുകിച്ചേരുന്നു. ആദരവോടെ കാവ്യാവതരണത്തിനായി ശ്രീ പ്രദീപ് കടയപ്പുറത്തിനെ ക്ഷണിക്കുന്നു. കവിത ആരാച്ചാർ. എൻ്റെ മരണം നിയമവിധേയമാക്കാൻ ഒരാരാച്ചാരെ വേണമായിരുന്നു. എൻ്റെ മരണം നിയമവിധേയമാക്കാൻ ഒരാരാച്ചാരെ വേണമായിരുന്നു. മരിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒരു തുണ്ട് കയറിൽ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ്, ഒരു നുള്ളു വിഷത്തിനാൽ രക്തഞരമ്പുകളെ നിശ്ചലമാക്കി, ഓടിയെത്തുന്ന തീവണ്ടിക്ക് മുന്നിൽ പ്രക്ഷുബ്ധമായ ശിരസിനെ കീഴടക്കി. അങ്ങനെ പലതും. മരിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒരു തുണ്ട് കയറിൽ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ്, രക്തഞരമ്പുകളെ ഒരു നുള്ളു വിഷത്തിനാൽ നിശ്ചലമാക്കി, ഓടിയെത്തുന്ന തീവണ്ടിക്ക് മുന്നിൽ പ്രക്ഷുബ്ധമായ ശിരസിനെ കീഴടക്കി. അങ്ങനെ പലതും. അസമത്വം എൻ്റെ ശ്വാസഗതി കൂട്ടി, ആത്മബോധം ഞരമ്പുകളെ ഉണർത്തി, തീഷ്ണചിന്ത ശിരസിൽ തിരയിളക്കി. അസമത്വം എൻ്റെ ശ്വാസഗതി കൂട്ടി,
ആത്മബോധം ഞരമ്പുകളെ ഉണർത്തി. തീഷ്ണചിന്ത ശിരസിൽ തിരയിളക്കി. എത്രയൊക്കെ അലഞ്ഞിട്ടും എനിക്കൊരാരാച്ചാരെ കിട്ടിയില്ല. എത്രയൊക്കെ അലഞ്ഞിട്ടും എനിക്കൊരാരാച്ചാരെ കിട്ടിയില്ല. അവർ നിയമത്തെ തൂക്കിലേറ്റുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവർ നിയമത്തെ തൂക്കിലേറ്റുന്നതിൻ്റെ തിരക്കിലായിരുന്നു. വളരെ അർത്ഥവത്തായ കവിത നമുക്ക് സമ്മാനിച്ച് ശ്രീ പ്രദീപൻ കടേപ്പുറത്തിന് നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായി വേദിയിൽ ഇന്ന് നമുക്ക് കവിതകൾ അവതരിപ്പിച്ച കവികളെ ആദരിക്കുകയാണ്.